എനിക്ക് എന്റെ പുരുഷനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ആ എന്റെ ഭർത്താവിന്റെ വീട്, ഭർത്താവിന്റെ ബന്ധുക്കൾ, എന്റെ മകൻ, എന്റെ മരുമകള്, ഇതെല്ലാമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. നിങ്ങൾ പലരും പറഞ്ഞു കേട്ടു ചെന്ന് കയറുന്ന വീട്, ചെന്ന് കയറുന്ന വീട്. ഞാനും ചെന്ന് കയറിയ ഒരു വീട്ടിൽ ജീവിച്ചവളാണ്. എന്താ ഈ ചെന്ന് കയറുന്ന വീട്? സ്വന്തം വീടാണത്. എന്റെ എന്ന് കരുതി അവിടെ ഒരു പ്രശ്നമില്ല. അന്യന്റെ ആയിട്ട് കാണുമ്പോഴാണ് അവിടെ ഒക്കെ പ്രശ്നം തൊട്ടത്. കുടുംബജീവിതം നയിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് അവർ തന്നെ എപ്പോഴും ഒരാൾ ഒരാൾക്ക് വേണ്ടി പക്ഷം ചേർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു സംസാര രീതി നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ഒരു സ്ത്രീ ഒരു മിഡിലായിട്ടുള്ള ഒരു പ്രായം ചെന്നിട്ടുള്ള ഒരു സ്ത്രീ പറയാണ്, എനിക്ക് എൻ്റെ ഭർത്താവ് ഉണ്ടാവുക, ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെ വലിയൊരു സംഗതിയായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ കുടുംബം, മരുമക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വന്ന് കയറിയ വീട് എന്ന് പറഞ്ഞിട്ട് അതിനെ അന്യമാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു അന്യത. അപ്പോൾ വന്ന് കയറിയ വീട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു അന്യത അല്ലെങ്കിൽ വന്നല്ലോ എന്ന് അവർ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്ത് സംസാരിക്കുന്നവരും ഒക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാ സ്ത്രീ സമൂഹവും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും സഹോദരിമാരും അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. കാരണം ഭർത്താവിൻ്റെ വീടും ആ വീട്ടുകാരെയും അവിടെയുള്ള ഓരോ കാര്യങ്ങളെയും വേറെ ഒന്ന് കാണുമ്പോഴാണ് ചിലപ്പോൾ അവിടെ നമുക്ക് എപ്പോഴും ഒരു അകൽച്ച എപ്പോഴും ഫീൽ ചെയ്യുന്നത്, അടുക്കാൻ കഴിയാതെ വരുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണല്ലോ. അപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും സാധാരണ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാൾ എന്തായാലും ഇപ്പോൾ ഒരു മത്സരിച്ച് തോൽപ്പിക്കാനൊന്നല്ലല്ലോ ഒരാളെ കല്യാണം കഴിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ. അപ്പോൾ പരസ്പരം ബഹുമാനിക്കുക, അംഗീകരിക്കുക, അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുക. തിരിച്ചിങ്ങോട്ടും വേണം. ഒരു വൺ സൈഡ് മാത്രമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതത്തെ സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ കുടുംബജീവിതത്തെ വളരെ സുന്ദരമായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പറയുന്ന ചില വാക്കുകളാണ്. പക്ഷെ അതിനെയും വളരെ നഖശിഖാന്തം എതിർക്കുന്ന ആളുകളും ആ സ്ത്രീ സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ ഇവരെന്താണ് ലൈഫിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഒരു പുതിയ വീട്ടിലേക്ക് വിവാഹത്തിലൂടെ കടന്നു വരുന്ന ഒരു പെൺകുട്ടി, പൊതുവിൽ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയും ആ പെൺകുട്ടിയെ സ്വീകരിക്കുന്ന ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥയും വളരെ പ്രധാനമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പെൺകുട്ടിക്കുണ്ടാകേണ്ടത് ഇനി മരണം വരെയും അതല്ല അതിനപ്പുറം പരലോകത്തും നിലനിൽക്കേണ്ട ഒരു ബന്ധമാണ് ഭർത്താവിനോടും കുടുംബത്തോടുമുള്ളത്. അതുകൊണ്ട് ഞാൻ ഇന്നുവരെ എൻ്റെ വീട്ടിൽ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയുള്ളൊരു വീടായിട്ടാണ് ഈ ഒരു വീടിനെ, ഞാൻ കയറി വന്ന വീട് എന്നത് ഒരു പ്രസക്തിയുമില്ല. ഇനി ഞാൻ ആദ്യം ജനിച്ച വീടായി അതുകൊണ്ട് എൻ്റെ വീട് എന്ന നിലക്ക് അത് അവിടെ വിളിച്ചെങ്കിൽ, ഇപ്പോൾ എനിക്ക് നൽകപ്പെട്ട മറ്റൊരു വീടാണിത് എന്ന നിലക്ക് തുല്യ പരിഗണനയോടുകൂടി ആ വീടിനെ കാണുകയും വീട്ടുകാരെ കാണുകയും ചെയ്യുക എന്നത് പെൺകുട്ടി സ്വീകരിക്കേണ്ട നിലപാടാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് വീട്ടുകാരും ഭർത്താവും കാണേണ്ടത്. ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഒരു കുടുംബാംഗം എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു എന്ന നിലക്ക് കുടുംബാംഗങ്ങളും കാണുകയാണെങ്കിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് ആ നിലയ്ക്ക് എല്ലാവരും കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിക്കാഹിൻ്റെ നിമിഷം വരെ സ്വന്തം പിതാവ്, മാതാവ് ഒക്കെ ആയിരുന്നു ഏറ്റവും പരിഗണിക്കേണ്ടത് എങ്കിൽ നിക്കാഹിൻ്റെ പൂർത്തിയാകുന്ന നിമിഷം മുതൽ ഭർത്താവിനോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ അത് തന്നെ നൽകുന്ന സന്ദേശം യഥാർത്ഥത്തിൽ ആ ഭർത്താവിനോടും കുടുംബത്തോടും ഉണ്ടാകും. അതിൻ്റെ അർത്ഥം സ്വന്തം മാതാപിതാക്കളോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നല്ല, അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. പക്ഷേ തീർച്ചയായും അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഈ ഒരു പുതിയ ബന്ധത്തോടും കുടുംബത്തോടും ആ വീടിനോടുമുള്ള ആ ഒരു മാനസിക അടുപ്പം അത് എൻ്റേതാണ് എന്ന് പൂർണ്ണമായ മനസ്സോടുകൂടി തൃപ്തിയോടുകൂടി കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. സമാനമായ രീതിയിൽ വീട്ടുകാരും അതിനെ കാണുകയാണെങ്കിൽ നല്ല ഒരു സ്നേഹത്തോടു കൂടിയുള്ള മുന്നോട്ട് പോക്കിന് സാധ്യമാകുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഒരു കുടുംബത്തിലിപ്പോൾ ഒരു വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട്
ഒരു മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് അല്ലേ. പക്ഷെ അങ്ങനെയുള്ള ആ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ സമ്മാനിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മകന് ഒരു ഭാര്യ ഉണ്ടാകുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരുമ്പോഴാണ്. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളെയും അവഗണിക്കുകയും ഇത്തരം സന്തോഷങ്ങൾ മാത്രമുള്ള സമയത്ത് അത് എൻ്റെ മകൻ്റെ എന്നുള്ള ആ ഒരു സംഗതിയിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ചില കുടുംബങ്ങളിലൊക്കെ ഒരു അവഗണന നേരിടുന്ന സഹോദരിമാർ ഇല്ലയെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ അവർ പരസ്പരം ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും അവരെ സന്തോഷങ്ങളിൽ നമ്മളും സന്തോഷിക്കുവാനും ഒക്കെ സാധിക്കുമ്പോഴാണ് ശരിക്ക് ഈ പറഞ്ഞ ഒരു സ്വന്തം എന്നുള്ള ഒരു ഫീല് യഥാർത്ഥത്തിൽ സഹോദരിമാർക്ക് ഉണ്ടാവും ചെയ്യുള്ളൂ. അല്ലാതെ ഇവർക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ല. കൂടെയുള്ള എല്ലാവർക്കും ഇത് എൻ്റെ മകൻ്റെ ഭാര്യയാണ്, അത് എൻ്റെ മകളുടെ ഒരു സ്ഥാനമാണ്. ആ ഒരു തിരിച്ചറിവിലൂടെ മാത്രമേ ഒരു സന്തോഷം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്ത്രീ സമൂഹം എപ്പോഴും അവരുടെ സ്വാർത്ഥമായ ചില ചിന്തകളും വിചാരങ്ങളിലൂടെയും മാത്രം മുന്നോട്ട് പോകാതെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഭർത്താവും മക്കളും അവരുടെ മാതാപിതാക്കളും എല്ലാവരും അടങ്ങുന്നത് എന്ന ഒരു തിരിച്ചറിവിലേക്ക് വരണമെന്നാണ്